പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളെക്കുറിച്ച് സ്നേഹവും കരുതലുമുള്ള ഒരു ദൈവമാണ്. അതുകൊണ്ട് നിങ്ങളെ ബലപ്പെടുത്തി സന്തോഷിപ്പിച്ച് വഴി നടത്തുന്നു. നിങ്ങൾ ദൈവത്തിന്റെ കൂടെ നടക്കുന്നുണ്ടോ? ദിവസവും ദൈവത്തോട് സംസാരിക്കുന്നുണ്ടോ? രാവിലെ എഴുന്നേറ്റ് വേദപുസ്തകം വായിച്ച് ദൈവത്തോട് സംസാരിക്കൂ. കുറച്ചു സമയം ചിലവാക്കി ദൈവത്തിന്റെ പാദത്തിലിരിക്കേണ്ടതാണ്. ഞാൻ വോക്കിംഗ് വിത്ത് ജീസസ് കാണുന്നുണ്ടല്ലോ, ഈ 3 മിനിറ്റ് കണ്ടിട്ട് തൃപ്തിപ്പെടാൻ പാടില്ല. കുറഞ്ഞത് 1 മണിക്കൂർ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോഴേ ദൈവസാന്നിധ്യം നിങ്ങളുടെ കൂടെയുള്ളത് അനുഭവിക്കുവാൻ സാധിക്കൂ. ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും വഴി നടത്താനും ദൈവം ചെയ്യുന്ന കാര്യമാണ്. ഇത് മാത്രം കണ്ടിട്ട് നിങ്ങൾ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പാടില്ല. ശരി, ഇന്ന് ദൈവം എന്താണ് പറയുന്നത്? റോമർ 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരുപ്പിൻ. 3 കാര്യങ്ങൾ പറയുന്നു. ആദ്യം, എന്റെ മക്കളെ, ആശയിൽ സന്തോഷിക്കുവിൻ. സന്തോഷമായിരിക്കുന്നുവോ? എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കും? ഒരു വിശ്വാസമുണ്ടാകണം. എന്തു വിശ്വാസം? യേശു എന്റെ കൂടെയിരിക്കുന്നു, ഞാൻ യേശുവിന്റെ കുഞ്ഞാണ്. വിശ്വാസം. യേശു എന്നെ നോക്കിക്കൊള്ളും, എന്നെ അവസാനം വരെ കാത്തു നടത്തും, എന്നെ കൈവിടുകയില്ല. ആ വിശ്വാസത്തിൽ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം. ഞാൻ എന്നെ വിശ്വസിച്ചിട്ടല്ല, എന്റെ ബലത്തിൽ വിശ്വസിച്ചിട്ടല്ല, ഞാൻ യേശുവിനെ ആശ്രയിച്ചിരിക്കുന്നു, യേശുവിനെ വിശ്വസിച്ചിരിക്കുന്നു. യേശു എന്നെ നോക്കിക്കൊള്ളും, അവസാനം വരെ വഴി നടത്തും. ആ വിശ്വാസത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കൂ. ഏത് പരിതസ്ഥിതിയിലും. കഷ്ടപ്പാടുകളിൽ ക്ഷമ കാണിക്കൂ. വീട്ടിനുള്ളിൽ ഉപദ്രവം, ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉപദ്രവം, വസിക്കുന്നിടത്ത് ഉപദ്രവം, കഷ്ടപ്പാടുകളും ഉപദ്രവങ്ങളും ഉണ്ടാകും. ധൃതിപ്പെട്ട് സംസാരിക്കരുത്. ക്ഷമയോടെ ശാന്തത പാലിക്കൂ. നിങ്ങൾ ശാന്തതയോടെ ഇരിക്കൂ. ശാന്തതയോടെ ഇരുന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. നിങ്ങൾ ക്ഷമയെ നഷ്ടപ്പെടുത്തിയാൽ പിശാച് നിങ്ങളുടെ വായിലെ വാക്കുകളെ ഉപയോഗിച്ച് നിങ്ങളെ മുറിവേൽപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഉപദ്രവങ്ങളിൽ ക്ഷമയോടെ ഇരിക്കൂ. യേശുവിനെ എത്രമാത്രം നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും യേശു ക്ഷമയോടെയിരുന്നു. ക്ഷമ കാണിക്കാൻ സമർപ്പിക്കൂ. ഒന്നും സംസാരിക്കരുത്. ശാന്തത പാലിക്കൂ. നിങ്ങൾ ശാന്തരായിരുന്നാൽ പരിതസ്ഥിതികളെല്ലാം മാറും. പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കേണ്ടതാണ്. എല്ലാം പ്രാർത്ഥനയിൽ അറിയിക്കൂ. അത് രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ നേരമെങ്കിലും തനിച്ചിരുന്ന് പ്രാർത്ഥിക്കൂ. ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും ദൈവത്തോടൊത്ത് തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ശീലം ഏർപ്പെടുത്തിക്കൊള്ളുക. ദൃഢമായിരിക്കൂ. പ്രാർത്ഥനയെ ഉപേക്ഷിക്കരുത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ. അത്ഭുതം നടക്കും. പരിതസ്ഥിതികൾ മാറും. ഇന്ന് തന്നെ നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. പിതാവേ, ഈ മക്കൾ വിശ്വാസത്തിൽ സന്തോഷത്തോടെ ഇരിക്കട്ടെ. അവരുടെ മനസ്സിലെ ദുഃഖങ്ങളെല്ലാം മാറണം. ഉപദ്രവങ്ങളിൽ ക്ഷമയോടെ ഇരിക്കണം. അവർക്ക് ദീർഘക്ഷമയെ നൽകണമേ. പ്രാർത്ഥനയിൽ അവരെന്നും ദൃഢതയോടെ ഇരിക്കണം. പ്രാർത്ഥനയുടെ ആത്മാവിന് ദൃഢത പാലിക്കുവാനായി അങ്ങയുടെ മക്കൾക്ക് കൃപ നൽകണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ